ആ സമയത്ത് ആയിഷ ബീവി മദീനത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, ഒരു അതോറിറ്റിയാണ്. ഖലീഫമാരടക്കം പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും പോയി കണ്ടിരുന്നത് ആയിഷ ബീവിയാണ്. ഖലീഫമാരടക്കം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതിനു മുമ്പ് ആയിഷ ബീവിയുടെ സ്വന്തം പിതാവായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം പല ഉപദേശങ്ങൾക്കും ചോദ്യങ്ങൾക്കും ചെന്നിരുന്നത് ആയിഷ ബീവിയുടെ അടുത്തേക്കാണ്. കാരണം റസൂലിന്റെ പത്നിയാണ്. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആയിഷ ബീവി മദീനത്തില്ല, ഹജ്ജിന് വേണ്ടിയിട്ട് മക്കത്താണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ആയിഷ ബീവി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത്. ആയിഷ ബീവി ചോദിച്ചു, ഉസ്മാൻ കൊല ചെയ്യപ്പെട്ടിട്ട് എന്താ ഉണ്ടായത്? കുറ്റവാളികളെ പിടിച്ചോ, അവരെ ശിക്ഷിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, നടപടി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ അടുത്ത ഖലീഫയായിട്ട് അലി ഇബ്നു അബി താലിബിനെ ബയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയിഷ ബീവി ചോദിച്ചു, ഉസ്മാൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഈ സമയം ആയിഷ ബീവി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പുറപ്പെട്ട ഒരു സമയമായിരുന്നു. ആയിഷ പറഞ്ഞു, എന്നെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്നെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുപോകണം. ഉസ്മാനെ കൊന്നവർക്കെതിരെ ഒന്നും ചെയ്യാൻ ഇതുവരെ നിങ്ങളുടെ ഖലീഫക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഉസ്മാൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, അതിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഉസ്മാൻ അന്യായമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, അതിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഈ ജമല് യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്.